പെണ്ണുങ്ങൾ കമന്റ് ഇടുമ്പോൾ നമ്മുടെ അരനട്ടൻ്റെ ഒരു സന്തോഷം കാണണം. എൻ്റെ മക്കളെ പെറ്റ് തള്ള സഹിക്കില്ല, അമ്മ അതൊരു തുള്ളിച്ചാട്ടാണ് നമ്മുടെ അരനേട്ടൻ തുള്ളിച്ചാടുന്നത്. ഊടായ്പ് ഹണി ട്രാപ്പുകാരി പക്കത്തിരിക്കുന്നുണ്ട് എന്ന് പോലും നമ്മുടെ മാമൻ നോക്കാറില്ല. അപ്പൊ മാമന് ഐഷു, നമ്മുടെ ലത ചേച്ചി, പിന്നെ ഏതൊക്കെയോ പേരുകൾ സ്ഥിരം വായിക്കുന്നുണ്ട് മാമൻ. കുറച്ച് പേര് മാമൻ സ്ഥിരമായിട്ട് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവരിങ്ങനെ കമന്റ് ഇടുമ്പോൾ മാമൻ ഞങ്ങൾ കിടന്ന് തുള്ളിച്ചാടുക. പ്രൈവറ്റ് ബസ്സിൽ പോകുന്നതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ചില്ലറയല്ല. അണ്ണാമൂട്ടാലും മരം കയറ്റം മറക്കുമ്പോ മക്കളെ, ഊടായ്പ് ഹണി ട്രാപ്പുകാരി വെറും ഒരു സെറ്റപ്പ്, അത്രേ ഉള്ളൂ. മാമൻ ഇങ്ങനെ പെമ്പിള്ളേരുമായിട്ട് തുള്ളിച്ചാടി നടക്കുന്നതാണ് ഇഷ്ടം. അണ്ടിയോടടുക്കുമ്പോഴേ മാങ്ങയുടെ പുളിയേറിയുള്ളൂ എന്ന് പറഞ്ഞ പോലെ പൊന്നാര മക്കളെ, 2012 മാധ്യമങ്ങളിലൊന്നും കിട്ടാൻ ചിലപ്പോൾ ചാൻസ് ഇല്ലാത്ത 2012 ഒരു പോക്സോ കേസിലെ പ്രതിയാണ് നിങ്ങളുടെ ഈ പൊന്നാര അരണമാമൻ എന്നുള്ള കാര്യം ഞാൻ നിങ്ങളെ സന്തോഷപൂർവ്വം അറിയിക്കുകയാണ്. ഈ അരണമാമന്റെ അടുത്തേക്കാണല്ലോ നിങ്ങൾ ഈ മിന്നാമിനിങ്ങിനെ കണ്ട ഈയാമ്പാറ്റകളെ പോലെ ഇങ്ങനെ പറന്നു പോകുന്നത് എന്ന് ആലോചിക്കുമ്പോൾ വല്ലാത്ത സന്തോഷമുണ്ട് മക്കളെ, വല്ലാത്ത സന്തോഷം. നമ്മുടെ വെസനവളി ഹണി ട്രാപ്പുകാരിയുടെ മാമൻ 2012 ഒരു പ്രമാദമായിട്ടുള്ള പോക്സോ കേസിലെ പ്രതിയാണ് മക്കളെ, പ്രതിയാണ്. 50K സബ്സ്ക്രൈബേഴ്സ് ആയാൽ കേക്ക് വാങ്ങിക്കും അരണ ഠൻ എന്ന് ഭക്ത പറഞ്ഞപ്പോൾ പാശന്റെ ജിസ്മോള് തരും എന്ന് പറഞ്ഞ അരുണേട്ടൻ, അരണേട്ടന്റെ തന്തയ്ക്ക് വിളിക്കും എന്ന് പറഞ്ഞ ജെസ്മോളുടെ ബാപ്പയ്ക്ക് വിളിക്കും എന്ന് പറഞ്ഞ അരണേട്ടൻ. ഇതാണ് മക്കളെ അവിടുത്തെ കളി. പൈസ കൊടുത്താൽ മാത്രമേ അരണേട്ടനെ കൊണ്ട് എന്തും സാധിക്കുള്ളൂ. അങ്ങനെ പൈസ കൊടുത്തിട്ട് എന്തും സാധിപ്പിക്കുന്ന ഒരാളാണ് അരണട്ടൻ. അരണട്ടന് ഇഷ്ടം ബസ്സിലെ തുള്ളിക്കളിയാണ്. അരണട്ടന്റെ ബസ്സിൽ സ്ഥിരമായി കയറുന്നവരൊക്കെ ഇവിടെ വന്നിട്ട് കമന്റ് ഇടുന്നുണ്ട് ട്ടോ. ബലാത്ത ജാതി പോക്സോ കേസിലെ പ്രതിയല്ലേ. 2012 വാർത്തകൾ നിങ്ങൾക്ക് സോഷ്യൽ മീഡിയയിൽ നിന്ന് കിട്ടാൻ വകുപ്പില്ല. 2012 ഈ ഒരു പോക്സോ പീഡന കേസ് നടന്നത്. അതിലെ പ്രതിയാണ് നിങ്ങളുടെ ഈ പ്രിയപ്പെട്ട മാമ എന്ന് ഞാൻ നിങ്ങളെ സന്തോഷപൂർവ്വം അറിയിക്കുകയാണ്. അത് നമുക്ക് സോഷ്യൽ മീഡിയയിൽ നിന്ന് കിട്ടാൻ വഴിയില്ല. കാരണം 2012 15 ആണ് നമ്മുടെ സോഷ്യൽ മീഡിയ, യൂട്യൂബൊക്കെ നിലവിൽ വന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് സംഭവം നടന്നപ്പോൾ അവിടെ ഭയങ്കര വിവാദമായിട്ടുള്ള ഒരു കേസായിരുന്നു ഇത് എന്നാണ് നമ്മൾ അറിഞ്ഞത്. മഴക്കാലത്തെ അകലേന്ന് ഇങ്ങനെ ഒരു തരി മിന്നാമിനിങ്ങിന്റെ നുറുങ്ങുവട്ടം കാണുമ്പോൾ കുറെ ഈയാമ്പാറ്റകൾ അതിലേക്ക് പാറിപ്പോകുന്ന ആ കണക്കിനാണ് എനിക്ക് കുറെ പേരൊക്കെ ഇവർക്ക് സപ്പോർട്ട് കൊടുക്കുന്ന കാണുമ്പോൾ തോന്നുന്നത്. എന്ത് കഴിഞ്ഞാലും ഇത്രയും ഒരു പ്രമാദ വിവാദ കേസിലെ ഒരു പോക്സോ പ്രതിക്ക് നിങ്ങൾ കൊടുക്കുന്ന പിന്തുണ കണ്ടിട്ട് എൻ്റെ ഹൃദയം കുളിരുകയാണ് സുഹൃത്തുക്കളെ, കുളിരുകയാണ്. ജനങ്ങളായാലും ഇങ്ങനെ തന്നെ വേണം. അർഹതയില്ലാത്തവന് കൊടുക്കണം അംഗീകാരം, അതാണ്. എന്ത് കഴിഞ്ഞാലും 2012 ആ പോക്സോ കേസ് ഒരു ഭയങ്കര വിവാദമായിട്ടുള്ള ഒരു കേസായിരുന്നു ആ കാലത്ത് ആ സ്ഥലത്ത്. പിന്നെ കൊയിലാണ്ടി പരിസരത്തുള്ള കുറെ ആൾക്കാരെയൊക്കെ പറഞ്ഞു വിശ്വസിപ്പിച്ചിരിക്കുന്നത് ഈ മാമൻ ഹണി ട്രാപ്പുകാരിയുടെ ബന്ധുവാണ്, കസിൻ ബ്രദറാണ് എന്നൊക്കെയാണ്. ആദ്യമൊക്കെ ഞാനും ശക്തമായി പറഞ്ഞിരുന്നത് ഇവര് തമ്മിൽ ഒരു ബന്ധവും ഇല്ല എന്ന് തന്നെയാണ്. പിന്നീട് നമുക്ക് കിട്ടിയ വിവരം അനുസരിച്ചിട്ട് ഇയാൾ ഇവരുടെ ബന്ധുവാണ് എന്ന തരത്തിലുള്ള വിവരമാണ് കിട്ടിയത്. അത് നമ്മൾ കൊയിലാണ്ടി പരിസരത്തു നിന്നാണ് നമുക്ക് അങ്ങനെയുള്ള വിവരങ്ങൾ കിട്ടിയത്. അതായത് ആ കൊയിലാണ്ടി പരിസരത്തുള്ള ആൾക്കാരെ അങ്ങനെയാണ് പറഞ്ഞ് വിശ്വസിപ്പിച്ചിരിക്കുന്നത്. നമ്മൾ ചെന്നിട്ട് അവിടെ ചോദിച്ചു കഴിഞ്ഞാൽ അവരോട് പറഞ്ഞ കാര്യങ്ങൾ മാത്രമേ അവർക്കറിയുള്ളൂ. അവരോട് പറഞ്ഞിരിക്കുന്നത് ഇവൻ ബന്ധുവാണ് എന്നാണ്. പക്ഷെ ഈ പറയുന്ന ഡ്രൈവർ മാമൻ ഇവളുടെ ഒരു ബന്ധവുമില്ലാത്ത ഒരാളാണെന്ന് മുഖ്യമായിട്ടുള്ള തെളിവുകൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒരിടക്കാലം കൊണ്ട് നിങ്ങളെപ്പോലെ ഞങ്ങളും വരെ വിശ്വസിച്ചിരുന്നു ബന്ധുവാണ് എന്നുള്ള കാര്യം. അതിനു മുമ്പ് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത് ബന്ധുവല്ല എന്ന് തന്നെയാണ്. പക്ഷെ ബന്ധുവാണെന്ന് ഞങ്ങൾ കുറച്ച് വിശ്വസിക്കാൻ കാരണം അവിടെ നിന്ന് കൊയിലാണ്ടി പരിസരത്തു നിന്നുള്ള ആൾക്കാർക്കുടെ മൊഴി അനുസരിച്ചിട്ടാണ്. അവരെ അങ്ങനെയാണ് പറഞ്ഞ് ധരിപ്പിച്ചു വെച്ചിരിക്കുന്നത്. അപ്പൊ അവര് പറഞ്ഞ് ധരിപ്പിച്ചു വെച്ചിരിക്കുന്ന പോലെയാണ് ആൾക്കാർ പറയുന്നത്. അതേ നമുക്ക് വിശ്വസിക്കാൻ തരുള്ളൂ. പക്ഷേ നമുക്ക് കൃത്യമായിട്ടുള്ള വിവരം കിട്ടിയിട്ടുണ്ട്. ഈ പറയുന്ന മാമൻ ഈ ഊടായ്പ് ഹണി ട്രാപ്പുകാരിയുടെ യാതൊരുവിധ ബന്ധവുമില്ല. ഇവര് ആങ്ങളെയും പെങ്ങളും പോയിട്ട് കസിൻ ബ്രദർ പോയിട്ട് അയൽപ്പക്ക ബന്ധം പോലും ഇല്ലാത്ത രണ്ടാൾക്കാരാണ് എന്ന കാര്യത്തിൽ കൃത്യമായിട്ടുള്ള തെളിവുകൾ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇനി ആരെങ്കിലും കസിൻ ബ്രദറാണ് എന്ന് പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ മാറ്റി പറയേണ്ടതാണ്. കാരണം ഇത് കസിൻ ബ്രദർ ഒരു കാണിക്കുന്ന ചേഷ്ടകളാണോ നിങ്ങൾ ലൈവിൽ കാണുന്നത്? നിങ്ങൾ തന്നെ ആലോചിക്കുക. കൃത്യമായിട്ടുള്ള വിവരം കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഓരോ കാര്യങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് പറയുന്നത്. ആദ്യമേ ഞാൻ പറഞ്ഞിരുന്നു കസിൻ ബ്രദർ അല്ല എന്നുള്ള ഒരു കാര്യം. അതായത് രണ്ടുപേരുടെ പ്രവൃത്തികൾ കണ്ടാൽ അറിയാം നമുക്ക് ബ്രദർ ആണോ ഇല്ലയോ. ഒരാങ്ങളെയും പെങ്ങളും കൂടി വന്നിരുന്നിട്ട് ഒരിക്കലും ഇങ്ങനെ കാണിക്കൂല. ഇവര് തമ്മിൽ പരിചയപ്പെടുന്നത് 2016
ഈ 2016 വഴിന്ന് പരിചയപ്പെട്ട ആളെങ്ങനെയാണ് മക്കളെ കസിൻ ബ്രദർ ആവുന്നത്? ഭർത്താവിനെ സ്വന്തം വീട്ടിൽ നിന്ന് ഓടിച്ച്, ഭർത്താവിനെ പറ്റി യാതൊരു വിവരവും ഇല്ല, ആള് മിസ്സിംഗ് ആണ്. ഉള്ള കാര്യം പറയാലോ, എന്തെങ്കിലും ഒരു വിവരം നാട്ടുകാർക്ക് അറിഞ്ഞൂടാ. അതൊരു ദുരൂഹതയായി തുടരുമ്പോൾ ഭർത്താവിന്റെ സ്ഥാനത്ത് സ്വന്തം വീട്ടിൽ കസിൻ ബ്രദർ ആണെന്ന് പറഞ്ഞ് അന്യപുരുഷന്മാരെ കയറ്റി താമസിപ്പിക്കുന്ന കുടുംബം അടക്കം വന്നു ഈ അരണട്ടന്റെ തന്തയും തള്ളയുമാണെന്ന് പറഞ്ഞ ആ 2 പേർക്കും ഈ സലീമിന്റെ കുടുംബമായിട്ട് യാതൊരുവിധ ബന്ധവുമില്ല എന്നുള്ള കാര്യമാണ് നമ്മൾക്കറിയാൻ കഴിഞ്ഞത്. അപ്പൊ എങ്ങനെ മക്കളെ കസിൻ ബ്രദർ ആവുക? നിങ്ങൾ പറയൂ. ഇവളുടെയും അവന്റെയും കുടുംബം മൊത്തം ഒരു കറക്ക് കമ്പനിയാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. കുടുംബക്കാര് മൊത്തം കൂട്ട് നിന്നിട്ടാണ് ഈ തട്ടിപ്പും വെട്ടിപ്പും മൂഞ്ചിക്കലും നടത്തുന്നത്. കുടുംബം മൊത്തത്തിലൊരു കറക്ക് കമ്പനി, അങ്ങനെ പറയാൻ പറ്റുള്ളൂ. യാതൊരു ബന്ധവുമില്ലാത്ത ഒരുത്തനെ ഏതെങ്കിലും സ്ത്രീ വീട്ടിൽ കയറ്റി താമസിപ്പിക്കുവോ? ഭർത്താവ് എവിടെ എന്നതിന് ഒരു തെളിവുമില്ല. ഭർത്താവിന്റെ ആൾക്കാരെ വരെ പേടിപ്പിച്ച് കേസിൽ കുടുക്കിപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. അവർക്ക് പ്രത്യക്ഷത്തിൽ ഒന്നും മിണ്ടാൻ പറ്റൂല. അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. എന്ത് തന്നെയായാലും കൊള്ളാമടി മോളെ ഇത്തരം കൂടായ്പ്. നീ ഓരോരുത്തരോ 2 കെട്ടി 3 കെട്ടി 4 കെട്ടി എന്ന് പറയുമ്പോഴും അവരൊക്കെ കെട്ടിയിട്ടാണ് ഓരോ ആണുങ്ങളോട് അന്തസ്സായിട്ട് താമസിക്കുന്നത്. നീയോ 1 കെട്ടിയത് എവിടെ? കൊണ്ടുവരാൻ പറ്റുമോ നിനക്ക്? ഈ 1 കെട്ടിയ ഒരാളുടെ യാതൊരുവിധ വിവരങ്ങളോ കാര്യങ്ങളോ നാട്ടുകാർക്ക് അറിയില്ല. അത്രത്തോളം ദുരൂഹതയാണ്. കുടുംബനാഥൻ എവിടെ പോയെന്നറിയില്ല. ഭാര്യയാണെങ്കിൽ ഇവിടെ കിടന്ന് തുള്ളിക്കളിക്കുന്നു. കസിനാണെന്നും പറഞ്ഞ് അന്യ ഒരുത്തനെ വീട്ടിൽ കയറ്റി താമസിപ്പിച്ചിരിക്കുന്നു. അപ്പൊ അങ്ങനെയുള്ള ഒരു സ്ത്രീയെ എന്ത് പേരിട്ട് വിളിക്കണം എന്ന് നിങ്ങൾ ജനങ്ങൾ തീരുമാനിക്കുക. ഇവിടെ 1 കെട്ടിയവരും 3 കെട്ടിയവരും 4 കെട്ടിയവരായാലും അവർ ആദ്യത്തെ ബന്ധം ഉപേക്ഷിച്ചിട്ട് മറ്റൊരുത്തനെ കല്യാണം കഴിച്ചിട്ടാണ് ജീവിക്കുന്നത്. ഇത് പരസ്യമായിട്ട് അന്യ ആണുങ്ങളെ വീട്ടിൽ കയറ്റി താമസിപ്പിച്ചുകൊണ്ട് കസിൻ ബ്രദർ ആണെന്ന് പറഞ്ഞു നടക്കുന്ന സ്ത്രീയെ വേശ്യാവൃത്തിക്ക് മേളിൽ എന്തെങ്കിലും ഒരു വാക്കുണ്ടെങ്കിൽ അത് വിളിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം അതിൽ കുറഞ്ഞൊരു വാക്കും ഇവൾക്ക് ചേരൂല. അത്രത്തോളം അഭിസാരികയാണ്. ഏതെങ്കിലും മാന്യമര്യാദയുള്ള സ്ത്രീകൾ ചെയ്യുന്ന പ്രവൃത്തിയാണോ ഈ കസിൻ ബ്രദർ ആണെന്നും പറഞ്ഞ് അന്യരെ വീട്ടിൽ കയറ്റി താമസിപ്പിച്ചിട്ട് അവരുടെ തന്തയും തള്ളയും അടക്കം ഇത്തരം ഊടായ്പകൾക്ക് കൂട്ടു നിൽക്കുന്നത്? ഇവളുടെ ഫാമിലി ആയിട്ടല്ല അവന് ബന്ധം സലീമിന്റെ ഫാമിലി ആയിട്ടാണെന്നാണ് ആ കൊയിലാണ്ടി പരിസരത്ത് മുഴുവൻ പറഞ്ഞു പിടിപ്പിച്ചിരിക്കുന്നത്. സലീമിന്റെ ഫാമിലി ആയിട്ട് ഇവന് യാതൊരുവിധ ബന്ധവുമില്ല. അപ്പോ 1 കെട്ടി 2 കെട്ടി താമസിക്കുന്നവരെയൊക്കെ കുറ്റം പറയാൻ പറ്റുമോ ഗായ്സ്? നിങ്ങൾ പറയൂ. ഇത്ര പരസ്യമായിട്ട് പബ്ലിക്കിന്റെ മുമ്പിൽ ഇത്തരത്തിലുള്ള ഊടായ്പ വേലകൾ കെട്ടിയോനെ വീട്ടിൽ നിന്ന് ഓടിച്ചിട്ട് അന്യ ആണുങ്ങളെ കയറ്റി വീട്ടിൽ താമസിപ്പിക്കാനുള്ള ചങ്കൂറ്റം ഏത് സ്ത്രീ കാണിക്കുമെന്ന് നിങ്ങൾ ജനങ്ങൾ പറയുക. ഇവനാരാണ് എന്താണ് എന്നുള്ള വിവരമൊക്കെ നമ്മൾ താമസിയാതെ പുറത്തു കൊണ്ടുവന്ന് ഇട്ട് തരും. അപ്പം മിന്നാമിനിങ്ങിൻ്റെ നുറുങ്ങുവട്ടം കണ്ടിട്ട് ഈയാമ്പാറ്റകളെ പോലെ പോകുന്ന പെണ്ണുങ്ങളോട് എനിക്കൊരു കാര്യം പറയാനുള്ളത്, ചേട്ടൻ 2012 വിവാദമായിട്ടുള്ളൊരു പോക്സോ കേസിലെ പ്രതിയാണ് മക്കളെ. മുസ്ലിംസിന്റെ സപ്പോർട്ട് ഇവൾക്ക് ഇല്ല എന്നുള്ള ഒരു കാര്യത്തിൽ 101% എനിക്ക് ഉറപ്പുണ്ട്. ഒരു മുസ്ലിങ്ങൾ പോലും ഇവരുടെ സപ്പോർട്ട് ചെയ്യൂല. പക്ഷെ കൂടുതലും സപ്പോർട്ട് ചെയ്യുന്നത് നമ്മുടെ തൊഴുത്തി കുത്തി ഹിന്ദുക്കൾ തന്നെയാണ്. അല്ലാന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഒത്തൊരുമയില്ല ഹിന്ദുക്കൾക്ക്. ഞങ്ങളെ പോലെയുള്ള കുറെ ഹിന്ദുക്കൾ ഇവിടെ കിടന്ന് ഒച്ചയെടുക്കണ്ടേ? ഇവന്മാർക്ക് ഇതെങ്കിലും കേട്ടിട്ട് നടക്കുക നാണുണ്ട് ഈ ജാതി സപ്പോർട്ട് കൊടുക്കാനായിട്ട്. അതാണ് ചിന്തിക്കുന്നത്. എന്തായാലും കമന്റ് ഇട്ട് പുറകെ പോകുന്ന എല്ലാവരും ഒന്ന് സൂക്ഷിക്കുക. ചേട്ടന് പെണ്ണുങ്ങളെ കാണുമ്പം അല്ലെങ്കിൽ പെണ്ണുങ്ങളുടെ പേര് കാണുമ്പം കമന്റ് കാണുമ്പം ഒരിളക്കം കൂടുതലില്ലേ എന്നുള്ള കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. കൂടെ ഇരിക്കുന്ന പക്കത്തിലിരിക്കുന്ന ഊടായ്പ് ഹണി ട്രാപ്പിനെ പോലും മൈൻഡ് ചെയ്യാതെ പെണ്ണുങ്ങളുടെ പിന്നാലെ ടാറ്റാ കൊടുത്തു പോകുന്ന ചേട്ടനെ നമുക്ക് ലൈവിൽ നേരിട്ട് കാണാൻ കഴിയും. ശ്രദ്ധിക്കുക, വാച്ച് ചെയ്യുക. അത്രമാത്രം പറഞ്ഞുകൊണ്ട് തൽക്കാലത്തേക്ക് നിർത്തുന്നു. ഇനി കുറച്ച് കഴിയുമ്പോൾ നമുക്ക് വീണ്ടും സന്ധിക്കും വരെ വണക്കം.